കൗതുകമാം വർണ്ണം പൂവിൻ കൗതുകമാം വർണ്ണം ചില്ലിൻ കൂട്ടിലെ രാജാത്തികളായി കൊഞ്ചി നടക്കും ഹൂറികളെ ജന്നാകത്തിൽ പാറി നടക്കും Flag salute. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा जय हिमाचल यमुना गंगा उज्जल जलधि तरंगा ಹೆಮ್ಮೆ ಪಡುವೆನು. ಎಲ್ಲ ಭಾರತೀಯರು ನನ್ನ ಸಹೋದರ ಸಹೋದರಿಯರು. ಶಾಂತಿ, ಸೌಹಾರ್ದತೆ, ಸಹಿಷ್ಣುತೆ, ವಿವಿಧತೆಯಲ್ಲಿ ಏಕತೆ ಸಾರುವ ಭವ್ಯ ಭಾರತದ ಬಗ್ಗೆ ನಾನು ಅಭಿಮಾನ ಪಡುತ್ತೇನೆ. ನಾನು ನನ್ನ ತಂದೆ, ನನ್ನ ತಾಯಿ ಮತ್ತು ಗುರು ಹಿರಿಯರನ್ನು, ಸರ್ವ ಭಾರತೀಯರನ್ನು ಗೌರವಿಸುತ್ತೇನೆ. ನಾನು ನನ್ನ ದೇಶದ ಮತ್ತು ದೇಶದ ಪ್ರಜೆಗಳ ಕ್ಷೇಮ ಐಶ್ವರ್ಯಕ್ಕಾಗಿ ಸದಾ ದುಡಿಯುತ್ತೇನೆ. ಜೈ ಹಿಂದ್, ಜೈ ಕರ್ನಾಟಕ. ವಂದೇ ಭಾರತ್. ರಾಫೀದ್ ನೌಮಾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ബഹുമാനവും ആദരവും നിറഞ്ഞ ഫസൽ ജുമാ മസ്ജിദിൻ്റെ അധ്യക്ഷരവരുകളെ, ഈ നാടിൻ്റെ സുലയിച്ചവരുകളെ, അതേപോലെ തന്നെ ഈ നാടിൻ്റെ ഹിരിയ വ്യക്തി യൂസഫ് ഹാജാർ അവർകളെ, അതേപോലെ ജമാഅത്ത് ഭാരവാഹികൾ, ജമാഅത്തുകാർ, മുസ്ലിം ജമാഅത്ത്, SYS, SSFിൻ്റെയും SBS പ്രവർത്തകരെ, നാം
ഇന്നിവിടെ 77 പൂർത്തിയാക്കി 78ാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ സുദിനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ത്യക്കാർ ലോകത്തിൻ്റെ ഏതെല്ലാം മുക്കുമൂലകളിലുണ്ടോ അവിടെയെല്ലാം അവർക്കാകുന്ന രൂപത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ആഘോഷിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു സമയത്ത് കൂടിയാണ്. നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നാം എന്തിന് ആഘോഷിക്കുന്നു? എന്തിനാണ് നാം ഇതൊരു ആഘോഷം നടത്തുന്നത്? അല്ല, എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നടത്തും പോലെ നാം ഒരു ചടങ്ങ് മാത്രം ആക്കി തീർക്കുന്നതാണോ? അല്ല, ഇതിൽ നിന്ന് നമുക്ക് എന്താണ് പാഠം ഉൾക്കൊള്ളാൻ ഉള്ളത് എന്ന് നാം ഓരോരുത്തരും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതലേ അവിടുത്തെ സഹാബാക്കൾ വന്നിരുന്നു. അതിനുശേഷമുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് നാടുകളിൽ നിന്ന് വന്നിരുന്നു. അതേപോലെ തന്നെ 800 ചില്ലാനും വർഷത്തോളം മുസ്ലിം രാജാക്കന്മാർ ഈ നാടിനെ ഭരിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഇല്ലാത്ത, അവരൊന്നും ചെയ്യാത്ത, അവരൊന്നും കാണിക്കാത്ത അതിക്രൂരമായ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലേക്ക് എന്നാണോ കാൽവെച്ചത്, അതിനുശേഷം ഈ നാട്ടിൽ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് വളരുന്ന ഓരോ മനുഷ്യനും അവർ ബ്രിട്ടീഷുകാരുടെ അടിമകളായി അവരുടെ ഷൂ നക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ എത്തേണ്ട ഗതികേട് ഇന്ത്യ നാട്ടിലെ ജനങ്ങൾക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് ഇതിനെതിരെ ഈ നാട്ടിൽ പിറന്നു വന്ന ഈ ജനങ്ങൾക്ക് ഇവിടെ തന്നെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം എന്ന് ഒറ്റ ഉച്ചേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ മതമില്ലാത്തവരും മതമുള്ളവരും എല്ലാവരും തോളോട് തോള് ചേർന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്ന് ഒറ്റ ശബ്ദത്തോടെ അതാ ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ അതാ മൈസൂരിലും മറ്റുള്ള വിവിധ സ്ഥലങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങളോളം, ചുരുക്കി പറഞ്ഞാൽ 300 ചില്ലാനും വർഷത്തോളം ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ആധിപത്യം സൃഷ്ടിച്ചെങ്കിൽ അവർക്കെതിരെ സന്ധിയില്ലാ സമരം എന്ന് ചെയ്യണമെന്ന് ഉച്ചേശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് അതാ ഇവിടുത്തെ മഹാന്മാർ, ഇവിടുത്തെ ജനങ്ങൾ, ഇവിടുത്തെ സാഹിത്യകാരന്മാർ, ഇവിടുത്തെ ചിന്തകന്മാർ തോളോട് തോൾ പ്രവർത്തിച്ചതിൻ്റെ കാരണമാണ് നാം ഇന്ന് സന്തോഷത്തോടെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടുകാരായി നാം ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം പോരാടിയിട്ടുണ്ട്, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ചരിത്രത്താളുകളിൽ, സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരുടെ ഒരുപാട് മഹൽ വ്യക്തികളുടെ പേരുകൾ ഇന്ന് മാഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടത് മലബാർ കലാപം എന്നുള്ളത് ഇന്നത് ചരിത്ര പുസ്തകങ്ങളിൽ കാണാൻ പറയത്തായിരിക്കുന്നു. കാരണം മലബാർ കലാപം എന്ന് പറയുന്നത് 1921 നവംബർ മാസത്തിൽ കോഴിക്കോട് നിന്ന് അതാ വാഗൻ ദുരന്തം എന്ന് നാം നമ്മുടെ പുസ്തകങ്ങളൊക്കെ ചരിത്രങ്ങളിലൊക്കെ നാം കാണാൻ കഴിയും. 1921 600 പേരെ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് തമിഴ്നാട്ടിലെ പോത്തന്നൂരിലേക്ക് നാട് കടത്തുകയാണ്. ഇവിടുന്ന് അവർ മാറ്റി താമസിക്കുകയാണ്. പക്ഷേ അന്ന് 600ഓളം പ്രവർത്തകരിൽ 100ഓളം പ്രവർത്തകന്മാർ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്തിക്കൊണ്ടുവരികയും ബ്രിട്ടീഷുകാർ അവർ കൊണ്ടുവരികയും അങ്ങനെ അതാ ഗൂഡ്സ് എന്ന ട്രെയിനിൽ ആരെ ശ്വസിക്കാനും ശ്വാസമില്ലാത്ത, അതേപോലെ തന്നെ ഒരിറ്റ് വെള്ളമില്ലാത്ത ആ ഗൂഡ്സിൽ 50 പേര് താമസിക്കാൻ മാത്രം പറ്റുന്ന ആ ഗൂഡ്സിൽ 100 പേര് അവർ നിറക്കുകയാണ്. അങ്ങനെ നിറച്ചുകൊണ്ട് അവർ അതാ പോത്തന്നൂരിലേക്ക് രാത്രി 12 മണിക്ക് എത്തുന്ന റെയിലാണ് പോത്തന്നൂരിലേക്ക്. പക്ഷേ തിരൂരിൽ നിന്ന് 7:30 പുറപ്പെടുന്ന ഈ ട്രെയിനിൽ അവർ കയറ്റുകയാണ്. അവിടെ എത്തിക്കൊണ്ട് പോത്തന്നൂർ എന്ന സ്ഥലത്തേക്ക് രാത്രി 12 മണിക്ക് എത്തുന്ന സമയത്ത് അതാ നമുക്ക് അവിടെ കാണുന്ന ഒരു അവസ്ഥ വല്ലാത്ത വേദനാജനകമായ ഒരു അവസ്ഥയാണ്. 100 പേരിൽ 72 പേരും മരണമടഞ്ഞിരിക്കുന്നു. അതിൽ 4 പേരും മാത്രമാണ് മറ്റുള്ള മതസ്ഥർ, ബാക്കി 68 പേരും മുസ്ലിമുകളാണ് എന്ന് ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ ഗേറ്റിൽ നമുക്ക് എഴുതി വെച്ചതായി കാണാം, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 65% മുസ്ലിമുകളാണ് പോരാടിയതെന്ന് ഇന്നും ചരിത്രത്താളുകളിൽ ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതേപോലത്തെ ഇന്ത്യ രാജ്യത്തിന് അങ്ങേയറ്റം പോരാടിയ മൗലാന മുഹമ്മദ് അലി അവർ സഹോദരന്മാർ
അവരുടെ ജയിലിൽ അടച്ചപ്പോൾ ഗാന്ധിജി ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ അവരെ വിട്ടേക്കണമെന്നുകൊണ്ട് പ്രതിഷേധവുമായി പ്രതിഭടനവുമായി ഇറങ്ങി താമസിക്കുന്ന സമയത്ത് അതാ അവിടുത്തെ ഉമ്മ ആബിദ ബേഗം അവരുടെ ജയിലിൽ സന്ദർശിക്കുകയാണ്. എന്നിട്ട് 2 സഹോദരന്മാരോട് ആ ഉമ്മ പറയുന്നു, മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ ഞാനാകുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ 2 കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, നിങ്ങൾ ദീനിനെതിരെ വരുന്ന, ദീനിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനവും ഇവരോട് നിങ്ങൾ കാണിക്കാൻ പാടില്ല. അതേപോലത്തെ മറ്റൊരു വിഷയമാണ് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരിക്കലും പലരും മാപ്പേതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ പിടഞ്ഞ് മരിക്കുകയാണെങ്കിലും ശരി, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പോരാടണം, ഇന്ത്യ രാജ്യത്തിന് നിങ്ങൾക്ക് കഷ്ടപ്പെടണം. അതുകൊണ്ട് അവർക്ക് നിങ്ങൾ മാപ്പേതി കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു കയ്യിൽ ദീനും മറ്റേ കയ്യിൽ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നിങ്ങൾ ഉച്ചേശ്വരം പ്രഖ്യാപിക്കണമെന്ന് അതാ സ്വന്തം ഉമ്മ ജയിലിൽ സന്ദർശിച്ചുകൊണ്ട് മക്കളോട് പറയുന്ന ഉപദേശമാണ്. നമ്മൾക്ക് ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട്. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ആ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രങ്ങൾ പഠിപ്പിക്കുന്ന സാഹചര്യത്തിൽ നമുക്കും നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് ഇന്ത്യ രാജ്യത്തിന് ആരെല്ലാം പോരാടിയിട്ടുണ്ടോ, ഇന്ത്യ രാജ്യത്തിന് ആരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, പ്രത്യേകിച്ചും ഒരുപാട് മുസ്ലിമീങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഔലിയാക്കൾ, വിലങ്കോട് ഉമർ ഖാദിയും മറ്റുള്ള ഒരുപാട് മഹൽ വ്യക്തികൾ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ്. അവരുടെ ചരിത്രങ്ങൾ ഇനി വരുന്ന തലമുറയ്ക്ക് നാം പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് വിശകലനം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഇസ്ലാമിന് ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണ്ടി മുസ്ലിമീങ്ങൾ ആരെല്ലാം പോരാടിയിട്ടുണ്ടോ അവരെല്ലാം മായ്ച്ചു കളയുന്ന ഒരവസ്ഥയാണ്, ചരിത്രത്താളുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന് പോരാടിയ വേണ്ടിയ ചരിത്രങ്ങൾ നാം പഠിക്കണമെന്ന് ഈ സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരെല്ലാം പോരാടിയ ഒരുപാട് മഹൽ വ്യക്തികളുണ്ട്. വെളിയങ്കാട് ഉമർ ഖാദി തങ്ങളും മമ്പുറം തങ്ങൾ പോലത്തെ അല്ലാഹു അവരുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ ബറക്കത്തുണ്ട് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നീ ഇസ്സത്ത് നൽകണം റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മോട് 2 വാക്ക് ബഹുമാനപ്പെട്ട അമാനി ഉസ്താദ് സംസാരിക്കും. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ മക്കൾക്ക് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്പർദ്ധകളൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ സമ്മാനദാനം നടക്കാനുണ്ട്. അതിനുശേഷം 2023-24 നടന്ന സ്മാർട്ട് എക്സാം ഒരു 2 ലക്ഷത്തോളം ആ എക്സാമിൽ വിദ്യാർത്ഥികൾ ഇരുന്നിരുന്നു. 1-ാം സെഷനിൽ പാസ്സായവർക്ക് മാത്രമാണ് 2-ാം സെഷനിൽ സീറ്റ് കിട്ടിയത്. അതിൽ അൽഹംദുലില്ലാ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് വിദ്യാർത്ഥികൾ അതിൽ ഭാഗമാക്കിയിട്ടുണ്ട്. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് ദാനം ഈ ചടങ്ങിൽ നടക്കുകയാണ്. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് വേണ്ടിയതായ എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വളരെ നന്നായി നമുക്ക് വിശദീകരിച്ച് തന്നു. ഇനി കൂടുതൽ സംസാരത്തിൻ്റെ ആവശ്യമില്ല. നാം ഒരുമിച്ച് കൂടിയത് നമ്മുടെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ 88ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉസ്താദ് അവർകൾ പറഞ്ഞതുപോലെ ഒരുപാട് മഹാന്മാർ, ഒരുപാട് മഹൽ വ്യക്തികൾ ഈ രാജ്യത്ത് അവർ ത്യാഗം ചെയ്യുകയും അവരുടെ ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നേരത്തെ ഉണർത്തിയതുപോലെ 75% അത് മുസ്ലിമീങ്ങളായിരുന്നു എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഈ ദിവസത്തിലുള്ളത് ആ മഹാന്മാരെ ഒന്ന് അനുസ്മരിക്കണം. അവരുടെ മേൽ ഫാത്തിഹകളോതി നമുക്ക് ദുആ ചെയ്യണം. കാരണം ഈ രാജ്യത്തിൻ്റെ ഈ ഇസ്സത്തിന് വേണ്ടി, ഈ രാജ്യത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അവർ അവരുടെ ജീവിതം മുഴുവനും പണയം വെക്കുകയും അവരുടെ സ്വത്തുകളും അവരുടെ ജീവനും ഈ രാജ്യത്തിന് വേണ്ടി അവർ ബലിയർപ്പിച്ചവരാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അതൊരിക്കലും നമുക്ക് മറന്നു പോകാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞതുപോലെ അവരുടെ ചരിത്രങ്ങളും വീണ്ടും നാം നമ്മുടെ തലമുറകൾക്ക് വീണ്ടും നാം അത് പഠിപ്പിക്കുകയും അവരുടെ ചരിത്രങ്ങൾ മുഴുവനും
നാം അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ഓരോ ചരിത്രങ്ങളും ഓരോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്ത മുസ്ലിമീങ്ങളുടെ ഓരോ പേരുകളും ഇങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകമായി നാം അത് പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരൊക്കെ സമരം ചെയ്ത് അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടുണ്ടോ അവരുടെ മഹാന്മാരുടെ എല്ലാം ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ശാന്തിയും സമാധാനവും ഇസ്സത്തും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമ്മാനദാനം നടക്കുകയാണ്. 1ാം ക്ലാസ്സിലെ തമീം ഫസ്റ്റ്, പെട്ടെന്ന് പേര് വിളിക്കുന്ന ആളൊന്ന്. സെക്കൻഡ് അനസ്, ഫ്ലാഗ്. അതേപോലെ അൻഷീദ ഫസ്റ്റ്, സന സെക്കൻഡ്. സമ്മാനദാനം നൽകുന്നത് അധ്യക്ഷരവർകളാണ്. നിങ്ങൾ അവിടെ ഒന്ന് സെക്കൻഡ്. അത് അൻഷീദ ഫസ്റ്റ്, ഒരു സെക്കൻഡ്. അതിലായിരം ബാക്കിൽ. ഷാസ്മ ഫസ്റ്റ്, അസ്രീന സെക്കൻഡ്, റിസ്വാന് ഫസ്റ്റ്, താജുദ്ദീൻ സെക്കൻഡ്. റിസ്വാന് ഫസ്റ്റ്, താജുദ്ദീൻ സെക്കൻഡ്. ഇനി സമ്മാനം യൂസഫ് ഹാജി അവരുകൾ നൽകുന്നു. ഫസ്റ്റ്, 1 സെക്കൻഡ്. ഇസ ഫസ്റ്റ്, സഹന സെക്കൻഡ്. ഷമ്മാസ് 5ാം ക്ലാസ് ഫസ്റ്റ്, മുആസ് 5ാം ക്ലാസ് സെക്കൻഡ്. ഇസ और फस्ट बंदनिक शम्मास नोमान फस्ट शम्मास 6ാം ക്ലാസ് സെക്കൻഡ്. നാഫിൽ ഫസ്റ്റ്, റാഫിദ് സെക്കൻഡ്. ഷംല ഫസ്റ്റ്, റിഫ സെക്കൻഡ്. ആഷിക ഫസ്റ്റ്, അസ്ന സെക്കൻഡ്. ഇനി സമ്മാനം നമ്മുടെ മാജി അധ്യക്ഷര അദ്രാൻ ചവർകൾ നൽകുന്നു. ആദരവ് ക്ഷണിക്കുന്നു. ഇത് നാഫിൽ ഫസ്റ്റ്. പെണ്ണുകിട കൊടുക്കല്ലേ കൂടുതൽ. സമ്മാനം നൽകാൻ വേണ്ടി അബൂബക്കർ ഖാനെ ക്ഷണിക്കുന്നു. നാഫിയ ഫസ്റ്റ്, ഫാഹിമ സെക്കൻഡ്. സർട്ടിഫിക്കറ്റ് ഉണ്ട് അങ്ങനെ. സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഇനി സ്മാർട്ട് എക്സാമിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണമാണ് ഇവിടെ നടക്കുന്നത്. കൊണ്ട ഇഫാസ് ഫസ്റ്റ്, മുസ്ലിം ജമാഅത്തിൻ്റെ കാര്യദർശി ഉസ്മാൻ ചവറുകളെ ക്ഷണിക്കും. ഇസ്മായിൽ ഫറാൻ, മുഹമ്മദ് റിഫാൻ സ്വീകരിക്കാൻ വേണ്ടി ബഷീർ ഖാനെ ക്ഷണിക്കുന്നു. റിഫാൻ. ഫാത്തിമത്ത് ഷിഫ, ഫാത്തിമത്ത് ഫഹിമ. ഫാത്തിമത്ത് ഷിഫ.
ഇനി സർട്ടിഫിക്കറ്റ് നൽകുന്നത് അബൂബക്കർ ചവർകൾ. ആയിഷത്തു ഫഹീമ, ഇത് എൻ്റെ അബൂബക്കർ. ആയിഷത്ത് നാഫിയ, ബാപ്പാക്ക് മോളെ കൊടുക്കുന്നത് അല്ല, കാര്യദർശി കൊടുക്കുന്നത് അല്ല. ഇനി നമ്മുടെ ജമാഅത്ത് കാര്യദർശി ബഷീർ ചവനെ അതിനെ ക്ഷണിക്കുന്നു. വേറെ ബാക്കിയില്ല. നഫീസ റിഫ, അൻസാർ SSFൻ്റെ ഉണ്ടാ നാസിർ മദക്ക SVSൻ്റെ പ്രതിനിധിയായിട്ട്. ഷംല, സൈനബത്ത് ഫർസീന, ഇവിടുന്ന് തീർന്നു. സൈനബത്ത് ഫർസീന, നഫീസത്ത് ഷംല, ഇനി മൂന്നല്ല. നാസിർ SVSൻ്റെ പ്രതിനിധിയെ ക്ഷണിക്കുന്നു. സ്വാദിഖ, ഖദീജത്ത് റിഫ, ഫാത്തിമത്ത് ഷൈമ, അവിടെ നിൽക്കുന്നവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ സ്വീകരിക്കുമാറാകട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പറയാണ്, എനിക്കെന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇവിടെ സങ്കല്പിക്കുന്നത് പോയിട്ട് എന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആ മനോഹരമായ ചിത്രം ലോകത്തിന് കാണിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്തിന്റെ കഥകൾ. ചുട്ടുപഴുത്ത മണലിൽ ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കി പഴുത്ത മണലിൽ കിടത്തി വെന്തുരുകുന്ന കുന്തം ശരീരത്തിലേക്ക് ഇറക്കി കയറ്റുമ്പോ കുത്തിക്കയറ്റുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ നീ വിട്ടു എന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാമെന്ന് സുമയ്യ ബീവിയോട് ശത്രുക്കൾ പറയുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഈ ലോകം കേൾക്കും രൂപത്തിൽ വിളിച്ചു പറഞ്ഞ് ലോകത്തിന് വലിയ മാതൃക കാണിച്ച സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള സ്വഹാബത്തിന്റെ ത്യാഗസ്മരണകളാണ് ഇനിയുള്ള വരികളിലൂടെ നമ്മൾ കേൾക്കുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിത കാലമേ. സ്നേഹലോകം കേൾക്കണേ, അനുരാഗകാലം അറിയണേ, അത് നൂറിൻ ജീവിത കാലമേ. പതക്കുന്ന മണലില് കിടത്തി മേനിയിൽ തുളയ്ക്കുമ്പോൾ സുമയ്യ ബീവി കരഞ്ഞത് പ്രിയ ഹബീബിന് വേണ്ടിയാ. കഴുത്തിൽ തൂക്കുകയറില് കിടയും